കട്ടപ്പനയിലെ സാബുവിൻ്റെ ആത്മഹത്യ എല്ലാവരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഒന്നാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ ജീവിതത്തിലുണ്ടായ മുഴുവൻ സമ്പാദ്യങ്ങളും കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിക്ഷേപിക്കുന്നു. അത് വലിയ പലിശയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ ഡെപ്പോസിറ്റുകൾ വാങ്ങിയെടുക്കുന്നത്. പക്ഷേ പിന്നെ ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, മിക്കവാറും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇങ്ങനെയാണ്, തിരിച്ചു ചോദിക്കുമ്പോൾ ആ പണം കിട്ടത്തില്ല. എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഒരു ലേഡി, പണ്ട് എൻ്റെ കൂടെ BSc പഠിച്ചതാണ്. അവർ ഇതേപോലെ ഈ അടുത്ത സമയത്ത് ഇവിടെ അതിൻ്റെ പരാതിയായിട്ട് വന്നിരുന്നു. അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അവർക്ക് ആ ഈ കമ്മ്യൂട്ട് ചെയ്ത പെൻഷനും ഒക്കെ കൂടെ പൈസ എല്ലാം കൂടെ കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന ദിവസം തന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അവിടെ ആളുകൾ ചെയ്യുന്നു. ചെന്നിട്ട് അവരടുത്ത് ഇത്ര പലിശയാണ്, മറ്റേടത്ത് ഇത്ര. അപ്പോൾ അവർക്ക് വേറെ പിന്നെ ജോലി ഇല്ലല്ലോ, പിന്നെ പെൻഷന് മാത്രമല്ല കിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ ആകൃഷ്ടയായിട്ട് ഏതാണ്ട് 2% അങ്ങാണ്ട് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിന്നും അധികം ഇവർ പലിശ കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തിൽ കാശ് കൊടുത്തു കേട്ടോ. ഏതാണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല. അവസാനം അത് കേസ് കൊടുത്തു, എന്നിട്ടും കിട്ടിയിട്ടില്ല. അതിപ്പോൾ വിധി നടത്തായിട്ട് നടക്കുകയാണ്. ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നും അല്ല, ധാരാളം കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ കള്ളന്മാരാണ് ഇത് ഭരിക്കുന്നത് മിക്കതും. അതാണ് പ്രശ്നം. വലിയ അഴിമതിക്കാർ. കാരണം ഇതിൻ്റെ പുറകിൽ ഒന്നുമില്ലാതെ നടന്ന് ഒരു വേർപ്പും ഇല്ലാതെ ജനങ്ങളുടെ പണം അടിച്ചെടുക്കാനായിട്ട് നടക്കുന്ന കുറേ പേരുടെ ഒരു കയ്യിലെ ഉപകരണമായിട്ട് ഈ സഹകരണ പ്രസ്ഥാനം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷം. ഒരു കാലത്ത് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്ത ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇന്ന് വന്ന് പല സഹകരണ സ്ഥാപനങ്ങളും ഇപ്പോൾ ഇതേപോലെ ഈ രീതിയിലേക്ക് അധപ്പതിച്ചേക്കാണ്. ജനങ്ങളുടെ പണം പിടുങ്ങിയെടുക്കുന്ന മേഖലയായിട്ട് മാറിപ്പോയി. കാരണം ആ പണം മുഴുവൻ കണ്ടവനും കൊണ്ടുപോവുകയാണ്. ആ രീതിയിൽ വരും. അപ്പോൾ കരുവന്നൂർ നമ്മൾ കണ്ടു, അവിടെ എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയും. അതൊന്നും പുറത്തു വരത്തില്ല. കാരണം ഇടതുപക്ഷം ആണ് അതും ഭരിക്കുന്നത്, വളരെ ശക്തരാണത്. അതേപോലാണ് ഇവിടെ ഈ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അത് ഇയാൾ പണം വാങ്ങി, ഇനി അയാൾക്ക് 14.5 ലക്ഷം രൂപ അവിടെ നിന്ന് തിരിച്ചു കിട്ടാനുണ്ട്. ഇത് മന്ത്ലി ഏതോ ഒരു പേയ്മെൻറ്റ് തിരിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ വേറെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു സജി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു സംഭാഷണം ഇയാളുമായിട്ടുള്ളത് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ. അത് വളരെ വൈറലായിട്ടുണ്ട്. അപ്പോൾ ആ സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം എന്തെന്നറിയോ, നിങ്ങൾക്ക് കഴിഞ്ഞ മാസം കിട്ടാനുള്ളതിൻ്റെ പകുതി കിട്ടിയില്ലേ എന്നുവെച്ചാൽ എന്ത് താർഷികമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ ഇയാൾക്ക് കിട്ടാനുള്ളതിൻ്റെ പകുതി കിട്ടിയില്ലേ, അതുകൊണ്ട് അങ്ങ് അനങ്ങാതിരുന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്നിട്ട് ബാങ്കിൽ ചെന്ന് എന്തിനു വഴക്കുണ്ടാക്കി? ബാങ്കിൽ ചെന്ന് പൈസ ചോദിച്ചോ അയാളെടുത്ത് ജീവനക്കാരൻ ഇയാളെ പിടിച്ചു തള്ളി. അതിൻ്റെ പരാതി പറയാനാണ് ഇയാളെ അങ്ങോട്ട് വിളിച്ചത്. നല്ല ആളിൻ്റെ അടുത്താണ് കേട്ടോ. വറചട്ടി ഇന്ന് എരുതിയിലേക്ക് വീഴുന്ന പോലാണ് ആ സംഭവം. അപ്പോൾ ഇയാളെ വിളിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ, അയാൾ 3 തവണ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. വലിയ ഏരിയ കമ്മിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഏരിയ കമ്മിറ്റിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ അയാൾ ജില്ലാ കമ്മിറ്റിയാണ്. ഈ ജില്ലാ കമ്മിറ്റി പറയുന്ന വർത്തമാനമാണ് ഇനി അടുത്ത വാചകം. നിങ്ങൾക്ക് അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക പറഞ്ഞേക്കുന്നതാണ്. അവൻ കൊടുക്കുന്ന ഇയാൾക്ക് ഞങ്ങളത് കരുതിയിരിക്കുകയെന്ന് കേട്ടോ. ഞങ്ങൾ തറയോളം ക്ഷമിച്ചിരിക്കുകയെന്ന്. ഇയാളുടെ പൈസ വാങ്ങിച്ച് നക്കിയിട്ട് ഒരുത്തൻ പറയുന്ന വർത്തമാനമാണത്. അവൻ ഭൂമിയോളം ക്ഷമിച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവനെ തട്ടിക്കളഞ്ഞനെന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഭീഷണിയാണ് പുറത്ത് വന്നേക്കുന്നത്. അയാൾ ജില്ലാ കമ്മിറ്റി. ഇതിപ്പം മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ ഈ ജനങ്ങളുണ്ടല്ലോ വഞ്ചിതരായിട്ട് ഇതുപോലെ ഇടതുപക്ഷം എന്നും പറഞ്ഞ് ഓരോരുത്തരെ അങ്ങോട്ട് കയറ്റിവിടുമല്ലോ. അനുഭവിച്ചോട്ടെ. ഇപ്പോൾ ഇതേപോലെ സംഭവിക്കുന്നതാണ്. കരുവന്നൂർ നമ്മൾ കണ്ടു. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കാണുന്നു. മിക്കവാറും സഹകരണ പ്രസ്ഥാനം മുഴുവൻ ഇവർ തകർത്ത് കളഞ്ഞു. അതാണ് കാര്യം. ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അതിലേക്ക് കയറിയപ്പോൾ അത് ഇടതായാലും വലതായാലും ആരായാലും രാഷ്ട്രീയക്കാരിത് ഭരിക്കാനിടയായതോടുകൂടി ഈ പ്രസ്ഥാനം നശിച്ചു. ഇതാണ് സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ആളുകൾ അധികാരത്തിൽ വരുന്നതെങ്കിൽ
അവർ വേറെ കുഴപ്പമില്ലാത്ത സംശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഇത് കയറ്റിവിടണം. അതിന് പകരം ഇതുപോലെ രാഷ്ട്രീയ ഗുണ്ടകളെ ഇതിനകത്ത് കയറ്റിവിടുകയാണ്. എന്ത് അഹങ്കാരമായിട്ടാണ് പറയുന്നത്? അതൊക്കെ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നും ഇനി അങ്ങനെ കരുതത്തില്ല എന്ന് പറഞ്ഞാൽ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടി കൊള്ളുമെന്നാണ്. അപ്പോൾ അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല. അയാളൊരു കയർ വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടെ പോയി ആ ബാങ്കിൽ പോയി അതിൻ്റെ ആ സൊസൈറ്റിയിൽ പോയി അവിടെ നിന്ന് തൂങ്ങിച്ചത്. വേറെ മാർഗമില്ല. അയാളുടെ ഭാര്യയ്ക്ക് സർജറിക്ക് ഒരു 2 ലക്ഷം രൂപ വേണം. അത് ചോദിക്കാനാണ് അത് അവിടുന്ന് ലോൺ എടുക്കാനല്ല, അയാളുടെ പണം തിരിച്ചു ചോദിക്കാൻ ചെന്നാണ് ബാങ്കിലിട്ടിട്ട്. ഇതുപോലുള്ളവന്മാരുടെ ഈ പണം കൊടുക്കുന്നവരെ എന്ത് ചെയ്യാൻ നോക്കും? ഇനിയെങ്കിലും ജനങ്ങൾ വഞ്ചിതരാകരുത്, നോക്കി വേണം പെരുമാറാൻ. ഇതുപോലെ തന്നെ വീട്ടിൽ പോയി പറഞ്ഞ് കാത്തിരുന്ന് ഈ പെൻഷനാവുന്നവരുടെയൊക്കെ പണം വാങ്ങിക്കൊണ്ടു പോകും. എന്നിട്ടത് ഒരു തിരിച്ചു കിട്ടത്തേയില്ല ഈ കൊടുക്കുന്നതൊന്നും. എത്ര പേർക്കുണ്ടെന്നറിയോ ഈ സംഭവം? ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നേരെ നടക്കുന്നത് ഉണ്ട് കുറച്ചെണ്ണം. പക്ഷെ അതെങ്ങനെ തുറന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? ഈ പണമൊന്നും തിരിച്ചു കിട്ടാതായി തുടങ്ങുമ്പോഴാണ് ഇതിനെ കുഴപ്പം അറിയുന്നത്. കുഴപ്പം അതിനൊക്കെ വളരെ മുമ്പേ തുടങ്ങും. കാരണം തോന്നിവാസം പോലെ ലക്ഷക്കണക്കിന് രൂപ അവരും അവരുടെ ബന്ധുക്കളുടെയും പേരിലൊക്കെ അങ്ങ് ലോണായിട്ട് എഴുതിയെടുക്കും. ലോൺ വായ്പയാണെന്നുള്ളതാണ്. അതിനൊന്നും സെക്യൂരിറ്റി ഒന്നും കാണത്തില്ല, ഇഷ്ടം പോലെ കിട്ടും പൈസ. അത് വാങ്ങിയെടുത്തങ്ങ് കൊണ്ടുപോകും. അവസാനം ഇതിന് തിരിച്ചടവൊന്നും വേണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എങ്ങനെ ഇത് പിന്നെ റീപേയ്മെൻ്റ് വെക്കുന്നത്? റീപേയ്മെൻറ്റ് ഈ നിക്ഷേപകർക്ക് റീപേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു നിക്ഷേപകനോട് പറയുന്ന അഹങ്കാരമുള്ള വർത്തമാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്നിട്ട് ആ ഇടതുപക്ഷ, അതായത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള അയാൾ ഇപ്പോഴും സസുഖം വാഴുകയാണ്. അയാൾക്കെതിരെ നടപടിയൊന്നും വരികയല്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്തോ അവിടെയുള്ള ജില്ലാ നേതൃത്വം, ജില്ലാ കമ്മിറ്റി, ഈ ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആരാണെന്നറിയോ? അപ്പം അവർ പറഞ്ഞേക്കാണ് സാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ഞങ്ങൾ. ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ള വാചകമാണ് പറയാൻ കേട്ടോ. ഒരാൾ ആത്മഹത്യ ചെയ്തു, നിവർത്തിയില്ല, അയാൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ടും അയാളെ ആക്ഷേപിച്ചതൊന്നും അയാളെ പിടിച്ചെറിയുകൊണ്ടും അയാളെ വീണ്ടും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും അയാൾ പോയി ആത്മഹത്യ ചെയ്തതാണ്. അതിന് ഇതുവരെ ഈ സജിക്കെതിരെ കേസെടുത്തിട്ടില്ല പോലീസ്. ഏറ്റവും വലിയ ഭീഷണിയല്ലേ? എന്നിട്ട് പറഞ്ഞ എന്താ എന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ഭാഗം അടർത്തിയെടുത്ത്, ഒരുത്തിനെ അടിക്കുമെന്ന് പറഞ്ഞ ഭാഗം പിന്നെ അടർത്തിയെടുക്കാൻ എന്താ തെറ്റ്? ഇനി പൈസ വയ്ക്കാൻ പോയാൽ നിനക്ക് അടിയുള്ളൂ, നിനക്ക് അടി കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്താ കുഴപ്പം? ഇനി നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിവരം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയല്ലേ? അയാൾക്ക് പൈസ കിട്ടത്തില്ല, അയാൾ പിന്നെ എന്ത് ചെയ്യും? അയാൾക്ക് പണമില്ല, അയാൾക്ക് പണം വേണം, അയാളുടെ പണമാണ്, ആരുടെയും അയാളുടെ വേറൊരുത്തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണമല്ല. അയാൾ ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച പണമാണ്. ഒരു ബാങ്കിങ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ സൊസൈറ്റിയിൽ ഏൽപ്പിച്ചതാണ്. ആ പണം അവിടെ നിക്ഷേപിച്ചതാണ്. അത് തിരിച്ചു കൊടുക്കത്തില്ല. അത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് അടിയുള്ളൂ എന്ന് പറയുക ആ ജില്ലാ കമ്മിറ്റി. എന്നിട്ട് പറയുകയാണ് അയാളോടൊപ്പമാണ് ഞങ്ങളെന്ന്. ഇങ്ങനെ ഈ മരിക്കുന്നവരുടെ എല്ലാം ഒപ്പമാണ് ഇവരെന്ന് ഒരുപാട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒപ്പം നടക്കുന്ന ഇപ്പോൾ നമ്മൾ കാണാമല്ലോ. നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ആളുകളാണല്ലോ ഇപ്പോൾ എന്താ മിണ്ടാത്തേ? അത് CBIക്ക് കൊടുക്കണം ആ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ മിണ്ടാത്തത്? ഇപ്പോൾ കുടുംബത്തോടൊപ്പമല്ല, അതാണ് കാര്യം. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇപ്പോൾ പത്രത്തിലെ മാധ്യമങ്ങളിൽ അടിച്ചു വന്നതാണ്, പത്രത്തിൽ അടിച്ചു വന്നതാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ മാതൃഭൂമിയിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഭീഷണി ഇവരൊന്നും കാണുന്നില്ലേ? ഈ പോലീസ് കാണുന്നില്ലേ ഈ ഭീഷണി? കാണത്തില്ല പോലീസ്. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഇരുട്ടാണ്. നിങ്ങൾ കുരുടന്മാരായിട്ട് മാറിക്കഴിഞ്ഞു എല്ലാവരും. അതുകൊണ്ട് നിങ്ങളിത് കാണത്തില്ല. ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവമാണ്. അയാളെ ഭീഷണിപ്പെടുത്തി. അത് കുഴപ്പമൊന്നുമല്ലേ? ഇതാണ് ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത്. വേറെ എന്താ പിന്നെ ആത്മഹത്യാ പ്രേരണ? അത് നോക്കണം, അയാളുടെ പേര് കേസെടുക്കേണ്ടതാണ്. അതാ ചെയ്യേണ്ടത്. ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ, അവിടുത്തെ ജീവനക്കാരനെ ഇയാളെ പിടിച്ചുകളിയ ആളുണ്ടല്ലോ, അവൻ്റെയൊക്കെ പേരിൽ കേസെടുക്കണം. പക്ഷേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ഇടതുപക്ഷക്കാരാണ്. ഇത് CPI എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, അവർ മിണ്ടുന്നില്ലല്ലോ. അവരേതാണ്ട് ഇത് പ്രതികരിക്കാനായിട്ട് ഏതാണ്ടൊരു ധർണയോ ഏതാണ്ട് അവിടെ ഒന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പം എന്താ അവിടുത്തെ അതിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CPIയുടെ പറഞ്ഞേക്കുക അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. കാരണം അത് അവന്മാർക്ക് അടിയുള്ളൂ എന്ന് മനസ്സിലായി, അവരെടുത്തിട്ട് അടിക്കും, അതാണ് കാര്യം. അപ്പം ഈ രീതിയിലാണ് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം. കഷ്ടമാണ്. ജനങ്ങൾ തിരിച്ചറിയണം ഇത്. നിങ്ങൾ ഇതേപോലെ രാഷ്ട്രീയക്കാർ മാത്രം ഭരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ,
അവിടെ നിന്ന് നിങ്ങളുടെ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഒരു റിസർച്ചാണ് രാഷ്ട്രീയം. അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിൽ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവന്മാരാണ് അവന്മാർ. അല്ലാതെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇവർക്ക് എന്താ ജോലി? രാഷ്ട്രീയക്കാർക്ക് ശമ്പളമൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഇല്ല. പക്ഷേ യവനൊക്കെ നല്ല ഒന്നാം തരം ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ട് നടക്കുന്നല്ലോ. എവിടുന്ന്? നല്ല ആഹാരമൊക്കെ കഴിച്ച് മദ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നടക്കുന്നത്. ഇതിനൊക്കെ പണം എവിടുന്നാണ്? ഇതിനൊക്കെ നിങ്ങൾ കൊടുക്കണം ചിലവ് ഈ രാഷ്ട്രീയക്കാർക്ക്. സേവനമൊന്നുമല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കൊള്ളയടിയാണ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. സ്വന്തം പണം തിരിച്ചു ചോദിക്കാൻ ചെല്ലുന്നവനെ പിടിച്ചു തള്ളുക, അവനെ ഉപദ്രവിക്കുക, അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക എന്ന് പറയുക. എന്ന് വെച്ചാൽ യവന്മാരെടുത്ത് അയാളിട്ട് അടിക്കുന്നു. നിവൃത്തിയില്ലാതെ മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്തു. കാണണം, കണ്ണ് തുറന്ന് കാണണം ജനങ്ങൾ.